മുനമ്പത്ത് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു. ഇതോടുകൂടി ശാശ്വത പരിഹാരമായതാണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ പ്രധാന തലക്കെട്ട്. അല്ല, 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തു. മുനമ്പത്തുകാരെ പറ്റിക്കും എന്നായിരുന്നു നമ്മുടെ വീഡിയോയുടെ തലക്കെട്ട് തന്നെ, തംബ്നെയിൽ തന്നെ. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തുകയും ചെയ്തു. അതെ, പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ കമ്മീഷൻ ഒരധികാരവും ഇല്ലാത്ത കാര്യമാണ്. കമ്മീഷന് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു വഖഫ് നിയമം രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ബഹുമാന്യ വ്യക്തിയാണ് അദ്ദേഹം ഈ കമ്മീഷനായിട്ട് നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ മാതൃഭൂമിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രസക്ത ഭാഗം നമുക്ക് കാണിക്കാം, പ്രേക്ഷകരോട് പറയാം. അദ്ദേഹം പറയുകയാണ്, മുനമ്പത്തെ ജനങ്ങളുടെ രേഖകൾ പരിശോധിച്ച് നിയമാനുസൃതമായി അവരെ എങ്ങനെ ഒഴിപ്പിക്കാമെന്ന് പരിശോധിക്കും. ആധാരങ്ങളും രേഖകളും പരിശോധിച്ച് നിയമാനുസൃതമായിട്ട് ജനങ്ങളെ ഒഴിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള തീരുമാനിക്കേണ്ടത്. മനസ്സിലായോ? ഒഴിപ്പിക്കാനാണ് കമ്മീഷൻ എന്ന് കമ്മീഷനായി സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ബഹുമാന്യനായ മുൻ ഹൈക്കോടതി ജഡ്ജി ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറയുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇതിനോടൊപ്പമുണ്ട്. അപ്പോൾ കമ്മീഷൻ എന്തിനാ? രേഖ പരിശോധിച്ച് നിയമാനുസൃതമായി ഒഴിപ്പിക്കാൻ. ഇനി മുനമ്പങ്കാരുടെ പ്രശ്നം അവരുടെ രേഖ പരിശോധിക്കണമെന്നുള്ളതാണോ? അല്ലല്ലോ. അവരെ സംബന്ധിച്ച് അവർ പണം കൊടുത്ത് വാങ്ങി തലമുറകളായിട്ട് അവിടെ താമസിക്കുന്ന ഭൂമി, ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്കുണ്ട്. ആ ഉടമസ്ഥാവകാശം തട്ടിയെടുക്കാൻ വഖഫ് ബോർഡ് ശ്രമിക്കുന്നതിനെതിരെയാണ് അവർ സമരം. പരിശോധിക്കേണ്ടത് എന്താ? സത്യത്തിൽ വേണമെങ്കിൽ പരിശോധിക്കണമെങ്കിൽ വഖഫ് ബോർഡിന് എന്താണ് അധികാരം എന്നല്ലേ പരിശോധിക്കേണ്ടത്. അല്ലാതെ അവിടുത്തെ മുനമ്പത്തുള്ള ജനങ്ങളെ വിളിച്ചു വരുത്തി അവരുടെ രേഖ പരിശോധിക്കും, നിയമാനുസൃതമായി ഒഴിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് നോക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനാ കമ്മീഷൻ? ഒഴിപ്പിക്കാനാണ്. കമ്മീഷൻ എന്തിനാ? രേഖ പരിശോധിക്കാനാണ്. ആ കമ്മീഷൻ എന്തിനാ? വഖഫ് നിയമപ്രകാരം പ്രവർത്തിക്കാനാണ്. വഖഫ് എന്ത് പറഞ്ഞു അത് നടപ്പാക്കാനാണ്. അതായത് വഖഫ് ബോർഡിന്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നു, അതായത് കമ്മീഷൻ തീരുമാനം വരുന്നവരെ ഞങ്ങൾ ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാവില്ല. ഇത് രണ്ടുകൂടെ കണക്ട് ചെയ്തേ. കമ്മീഷന്റെ തീരുമാനം വരുന്നതുവരെ ഒഴിപ്പിക്കൽ നടപടി ഇല്ല എന്ന് വഖഫ് ബോർഡ് ചെയർമാൻ പറയുന്നു. രേഖകൾ പരിശോധിച്ച് നിയമാനുസൃതമായി എങ്ങനെ ഒഴിപ്പിക്കാൻ കഴിയും എന്ന് പരിശോധിക്കുമെന്ന് കമ്മീഷനും പറയുന്നു. അപ്പോൾ എന്തിനാണ് കമ്മീഷൻ? ഒഴിപ്പിക്കാനാണ്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി മുനമ്പത്തെ സമരസമിതിയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ചർച്ചയിൽ സമരസമിതി ഇത് പറയും. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇപ്പം നിയമാനുസൃതമായി രേഖകൾ പരിശോധിക്കും അല്ലേ? എന്താണ് കമ്മീഷനായിട്ട് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് CN രാമചന്ദ്രൻ പറയുന്നത്, CNR പറയുന്നത്? ഏത് നിയമപ്രകാരം പരിശോധിക്കും? വഖഫിലെ നിലവിലുള്ള നിയമപ്രകാരം ആണല്ലോ. അതാണ് പ്രശ്നം. ഈ നിലവിലുള്ള നിയമപ്രകാരമാണ് ഈ ഭൂമിക്ക് വഖഫ് അവകാശം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് സർക്കാർ പറയത്തില്ല, ദേശാഭിമാനി പറയത്തില്ല, പ്രതിപക്ഷം പറയത്തില്ല, CPM പറയത്തില്ല. പക്ഷേ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് നിയമപ്രകാരം പരിശോധിക്കും. ഏത് നിയമപ്രകാരം? വഖഫ് നിയമപ്രകാരം. വഖഫ് നിയമപ്രകാരം പരിശോധിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? ഒഴിപ്പിക്കേണ്ടി വരും. അത് ജസ്റ്റിസ് CNR പറഞ്ഞ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വീഡിയോ ഒരിക്കൽ കൂടി പ്ലേ ചെയ്ത് കേട്ടാൽ അറിയാം. പ്രശ്നം നിയമപ്രകാരം എന്ന് പറയുന്നതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയല്ലേ ഇതിലൂടെ? നിയമപ്രകാരം എന്ന് പറഞ്ഞാൽ വഖഫ് നിയമം എന്ന് അദ്ദേഹം പറയുന്നില്ല. ഈ രേഖകൾ പരിശോധിക്കേണ്ട ഏത് നിയമപ്രകാരമാണ്? വഖഫ് നിയമപ്രകാരമാണ് അല്ലേ? അപ്പോൾ അത് പ്രകാരം പരിശോധിക്കുമ്പോൾ വൺസ് വഖഫ് ഓൾവേസ് വഖഫ് നിർബന്ധമായും ഒഴിഞ്ഞു പോകണം. അപ്പോൾ നമ്മുടെ ആർക്ക് നല്ല ഉറപ്പുണ്ട്? കമ്മീഷൻ തീരുമാനം എന്തായിരിക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് കമ്മീഷൻ്റെ തീരുമാനം റിപ്പോർട്ട് വരുന്നതുവരെ ഞങ്ങൾ ഒഴിപ്പിക്കൽ നോട്ടീസും നടപടിയും എടുക്കില്ല. അപ്പോൾ കമ്മീഷൻ്റെ തീരുമാനം വന്നിട്ട് കമ്മീഷൻ പറയാൻ പോകുന്നത്, കമ്മീഷൻ അങ്ങനെ പറയാൻ പറ്റൂ, ഈ നിലവിലുള്ള വഖഫ് നിയമപ്രകാരം ഇത് വഖഫ് ഭൂമിയാണ്, വഖഫായിട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭൂമി ഒഴിപ്പിച്ചേ പറ്റൂ എന്നല്ലേ റിപ്പോർട്ട് വരാൻ പോകുന്നുള്ളൂ. സർക്കാരിന് ചെയ്യാവുന്നത് 3 മാസം കഴിഞ്ഞു, പിന്നെ 3 മാസം, പിന്നെ 3 മാസം നീട്ടി ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകാം, ജനങ്ങളെ വീണ്ടും പ്രതിസന്ധിയിലാക്കുക. പിന്നെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് കരം തീർത്ത നികുതി അടയ്ക്കാനുള്ള സംവിധാനം ചെയ്യുന്നു. സർക്കാരിന് ചെയ്യാം. റവന്യൂ ഓഫീസിൽ പറഞ്ഞാൽ മതി, നാളെ തൊട്ട് നികുതി വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ നികുതി ആ പ്രശ്നം തീർന്നു. പക്ഷേ അതുകൊണ്ട് ഉടമസ്ഥാവകാശം ഉണ്ടോ? ഇല്ല. അപ്പം വഖഫ് ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിക്ക് നികുതി കൊടുക്കേണ്ടി വരും. അതിലേക്ക് പോവാണ്. സർക്കാരിന് വരുമാനം കിട്ടും. ഫലത്തിൽ ഇത് ജനങ്ങളെ പറ്റിക്കലാണ്. എന്തുകൊണ്ടാണ് വഖഫ് നിയമമാണ് കുഴപ്പം എന്നാരും പറയാത്ത? പറഞ്ഞാൽ പലരും ദേഷ്യപ്പെടും, കോപിക്കും, പേടിയുണ്ട്. എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ച് പോകണം. ആരെ സന്തോഷിപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാം. മുനമ്പങ്കാർക്ക് ഇന്നലെ രാത്രി 12 കൊളുത്തി പഠനം നടത്തി. അവർക്കറിയാം, അവർ നിയമം അരച്ച് കലക്കി പഠിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ. എന്താ?
നിയമം മാറുക എന്നുള്ളത്. അപ്പോൾ ആരെ പറ്റിക്കാനാണ് നോക്കുന്നത്? ദേശാഭിമാനി എത്ര വലിയ മഹാപാപമാണ് ചെയ്യുന്നത് അല്ലേ? ഇന്ന് മെയിൻ സ്റ്റോറി, ലീഡ് സ്റ്റോറി കൊടുത്തിരിക്കുക ശാശ്വത പരിഹാരം. എന്ത് ശാശ്വത പരിഹാരം? ശാശ്വതമായി വഖഫിൻ്റെ അവകാശവാദം അംഗീകരിച്ചു കൊടുക്കും, അതാണ് പരിഹാരം. വഖഫിന് ശാശ്വത പരിഹാരമാണ്. ഒരു കമ്മീഷൻ വെച്ചിട്ട് അതനുസരിച്ച് ഇനി നോക്കൂ, കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട്, ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾക്ക് എന്ത് സാധുതയുള്ള നിയമ സാധുതയാണുള്ളത്? ഒരു സാധുതയില്ല. ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്, ജുഡീഷ്യൽ കമ്മീഷൻ ഇനി പറയുക ഇതൊന്നും വഖഫ് ഭൂമിയല്ല എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തിയാൽ അത് ഹൈക്കോടതി അംഗീകരിക്കുമോ? ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്, ഹൈക്കോടതി നോക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടല്ല നോക്കുന്നത്, എന്താണ്? പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് നിയമം. വഖഫ് നിയമം ഇങ്ങനെ നിൽക്കുമ്പോൾ 1995 കോൺഗ്രസ് കൊണ്ടുവന്ന 2013 കൂടുതൽ അധികാരങ്ങളും പല്ലും നാവും അറക്കവാളും ഫിറ്റ് ചെയ്ത് കൊടുത്ത വഖഫ് നിയമം ഉള്ള കാലത്തോളം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരെ പറ്റിക്കാനാണ്? സർക്കാരിൻ്റെ താല്പര്യം ആരോടാണ്? ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇന്നലെ വഖഫ് ട്രിബ്യൂണലിൽ ഫറൂഖ് കോളേജ് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്, ഗിഫ്റ്റ് ഡീഡാണ് എന്ന് പറയുന്നു. ആ കേസുണ്ട്, 6-ാം തീയതി മാറിയിരിക്കുക, കേസ് ഡിസംബർ 6 മാറ്റിയിരിക്കുകയാണ്. അവിടെ നടന്നതെന്നറിയോ? അവിടെ പത്രക്കാരും മാധ്യമങ്ങൾ കയറരുതെന്ന് പറഞ്ഞു, കോടതിയുടെ പ്രൊസീഡിങ്സ് അറിയാൻ. എന്തൊരു രാജ്യമാണിത്? ഇന്ത്യയിൽ സുപ്രീം കോടതി, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ വരെ കേസുകളുടെ റിപ്പോർട്ടിങ്ങിന് മാധ്യമങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കെ വഖഫ് ട്രിബ്യൂണലിൽ ഇന്നലെ പറഞ്ഞിരിക്കുന്നു മാധ്യമങ്ങൾക്ക് വിലക്ക്. അതെന്താണ്? എന്തധികാരം കോടതിക്ക്? എന്തുകൊണ്ട്? സർക്കാർ പറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ. സർക്കാരിൻ്റെ താല്പര്യം അഭിഭാഷകനോ വഴി ഗവൺമെൻറ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണോ? അതോ ജഡ്ജിക്ക് സ്വമേധയാ തോന്നിയോ? ജഡ്ജിക്ക് മാധ്യമങ്ങൾ വഖഫിൻ്റെ കേസ് റിപ്പോർട്ട് ചെയ്യരുത് എന്ന് തീരുമാനമെടുക്കുന്നതിന് ഒരു ന്യായം വേണ്ടേ? നമ്മൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, ബലാത്സംഗ കേസുകളിലൊക്കെയുള്ള ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തുമ്പോൾ അത് വിലക്കാൻ കോടതികൾ ശ്രമിക്കാറുണ്ട്. ആ രഹസ്യ സ്വഭാവം, അതിനകത്ത് ഇരയുടെ പേര്, അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കാൻ. ഇപ്പം നമ്മളല്ലേ നടിയെ പീഡിപ്പിച്ച കേസ്, ഇൻ ക്യാമറയാണ്, അതിൻ്റെ വിചാരണ, സാക്ഷിമൊഴികൾ, ഇതൊന്നും പുറത്തു വരുന്നില്ല, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ വഖഫ് പോലെ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ആശങ്കയിലാക്കിയിരിക്കുന്ന ഒരു കേസ് പരിഗണിക്കുന്ന കോടതി ആ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ, നടപടിക്രമങ്ങൾ മാധ്യമങ്ങളിൽ വരരുത് എന്ന് ട്രിബ്യൂണൽ പറയുന്നു. ആരുടെ പക്ഷത്താണ് ട്രിബ്യൂണൽ? ട്രിബ്യൂണൽ വഖഫിൻ്റെ കൂടെയാണ്. അപ്പോൾ ട്രിബ്യൂണൽ എന്ന് പറയുന്ന കോടതി നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ സുതാര്യമായി ജനങ്ങൾ അറിയേണ്ടതാണ് എന്നല്ലേ വരേണ്ടത്. വലിയ ആശങ്ക ജനങ്ങൾക്കുള്ളപ്പോൾ കോടതി നടപടിക്രമങ്ങൾ ജനങ്ങൾ അറിയട്ടെ, ഇതാണ് നിയമം, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മതകോടതിയല്ല എന്നൊക്കെ പറഞ്ഞ് വിശദീകരണങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോഴേക്ക് എന്നാൽ ഞങ്ങൾ മതകോടതിയല്ല, ശരിക്കും മതകോടതിയല്ല വഖഫ് ട്രിബ്യൂണൽ, നമുക്കാർക്കും ആക്ഷേപമില്ല. പക്ഷേ ആ ട്രിബ്യൂണൽ എന്തിനാണ് വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ ഇന്നലെ ഇതിൻ്റെ വാർത്തയൊന്നും പ്രസിദ്ധീകരിക്കരുത്, കോടതിയിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല തീരുമാനിച്ചെന്താണ്? ഇത് മൊത്തത്തിൽ ഈ വിഷയം കൂടുതൽ വഷളാക്കാനും ജനങ്ങൾ സത്യം അറിയാതിരിക്കാനുമുള്ള നീക്കം എവിടെ നിന്നോ ഏതോ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തോന്നുന്നത് ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന, വഖഫിനെ കുറിച്ചുള്ള ചർച്ച നയിക്കുന്ന, വഖഫിനെ കുറിച്ചുള്ള വാർത്തകൾ പറയുന്ന ആളുകളുടെ നാവ് കെട്ടാനുള്ള പടി ഉണ്ടാവും. അപ്പോൾ നമ്മളെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചില ആളുകൾ. ഇനി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവാം. കാരണം വഖഫ് എന്ന് പറയുന്ന നിയമത്തിൽ കൊണ്ടുവരുന്ന ഭേദഗതി പാർലമെൻറ്റ് പരിഗണിക്കാൻ പോവാണ്. JPC ചർച്ച ചെയ്യുന്നു. JPCയിൽ വന്നിട്ട് ആക്ഷേപമുള്ളവരും അനുകൂലിക്കുന്നവരും നിയമം മാറരുതെന്ന് പറയുന്നവരും അവരുടെ വാദമുഖങ്ങൾ പറയുന്നുണ്ട്. രാജ്യത്ത് മുഴുവൻ ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയുടെ ഭാഗമാണ് നമ്മൾ നടത്തുന്ന ചർച്ചയും, അല്ലേ? രാജ്യത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ വരാൻ പോകുന്ന ഒരു നിയമ ഭേദഗതിയെക്കുറിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ചർച്ച ചെയ്യാൻ അവകാശമുണ്ട്. അതിൻ്റെ നല്ലതും ചീത്തയും വേർതിരിച്ചെടുത്ത് ജനങ്ങളെ അറിയിക്കാനും ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും ഓരോ മനുഷ്യനും അവകാശമുണ്ട്. മാധ്യമങ്ങൾക്ക് മാത്രമല്ല, ആശങ്കകൾ പരിഗണിക്കണം. അത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം, അത് ഇന്ത്യയിൽ പാർലമെൻറ്റിൽ കൊണ്ടുകൊണ്ടിരുന്ന നിയമം എന്താണ്, നിയമ ഭേദഗതി എന്താണെന്ന് ജനങ്ങൾ അറിയണ്ടേ? അതിനുവേണ്ടി ആ നിയമത്തിൻ്റെ ഓരോ വശങ്ങളെടുത്ത് നമ്മൾ വിശകലനം ചെയ്ത് ജനങ്ങളിലേക്ക് അറിയിക്കും. ഈ വകുപ്പ് ഇങ്ങനെയാണ്, മറ്റേ വകുപ്പ് ഇങ്ങനെയാണ്, ഇത് വന്നാൽ ഇങ്ങനെ ദോഷം സംഭവിക്കും എന്ന് പറയുന്ന പണിയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. അത്തരം മാധ്യമങ്ങൾക്ക് കോടതി ഒരു വിലക്ക്, ട്രിബ്യൂണൽ വിലക്ക് ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ വിലക്കാൻ ഒരുപക്ഷെ തീരുമാനം വന്നേക്കാം. ഇനി ചർച്ച ചെയ്യരുത്, ആ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞ് വന്നേക്കാം. കാരണം അത്ര വലിയ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് വഖഫ് ട്രിബ്യൂണൽ ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്യാൻ പോവാ. JPC ചർച്ച ചെയ്തു. JPC 25 സിറ്റിംഗ് നടത്തി.
അല്ലേ? 25 സിറ്റിംഗ് നടത്തി ആ JPCയുടെ വാർത്തകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. JPCയിൽ നടക്കുന്ന ഡെലിബറേഷൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി പാർലമെൻറ്റിൽ എത്രയോ ദിവസങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കാൻ പോകുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്ന അവതരിപ്പിക്കാൻ പോകുന്ന ഒരു നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന വളരെ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് വഖഫ് ട്രിബ്യൂണൽ എടുത്തിരിക്കുന്നത്. വഖഫ് ട്രിബ്യൂണലിന് എന്തൊക്കെയോ പൊതിഞ്ഞു വെക്കാനും സംരക്ഷിക്കാനും താല്പര്യമുണ്ട് എന്നതിൻ്റെ തെളിവാണത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് നമ്മൾ അത്ഭുതകരമായി ഒന്നും സംഭവിച്ചിട്ടില്ല. സർക്കാർ നമ്മൾ വളരെ മുമ്പേ പറഞ്ഞു, നമ്മൾ പറഞ്ഞു ജോഷി മയ്യാറ്റിൽ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു സംഭവിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇവിടെ നികുതി അടച്ചോ എന്ന് പറയും, അത് തന്നെ നിങ്ങളെ ആരും ഒഴിപ്പിക്കത്തില്ല എന്ന് പറയും. അത്രയേ ഉള്ളൂ, അത്രയും സംഭവിച്ചു. അതല്ലല്ലോ അവരുടെ പ്രശ്നം. എക്കാലത്തും വഖഫിൻ്റെ ക്ലെയിം കൊടുക്കുകയാണ്. സർക്കാരിന് വളരെ നിസ്സാരമായി ചെയ്യാമായിരുന്നു. വഖഫ് ബോർഡിനോട് പറയുക ഇത് ഒരു ഗിഫ്റ്റ് ആണ്, ഇട്ട് കിട്ടിയതാണ്, ഗിഫ്റ്റ് പ്രോപ്പർട്ടി ആണെന്നുള്ള വാദം ഫറൂഖ് കോടതി പറയുന്നുണ്ട്. മുമ്പ് ഹൈക്കോടതിയുടെ ഒരു വിധിയും ഉണ്ടായിരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുനമ്പത്തെ ഭൂമിയിലുള്ള അവകാശവാദം പിൻവലിക്കുന്നു എന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കുക. സർക്കാരിൻ്റെ ഭാഗമല്ലേ, CPM-കാരനല്ലേ ചെയർമാൻ. ഇപ്പോൾ മുനമ്പംകാർക്ക് അനുകൂലമായി നിലപാടെടുക്കണമെന്ന് പറഞ്ഞ ലീഗിൻ്റെ എത്ര പ്രതിനിധിയുണ്ട്? അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഞങ്ങൾക്ക് ഇത് വഖഫിന് മുനമ്പത്തെ പ്രോപ്പർട്ടിയിൽ അവകാശമില്ല, അത് വഖഫല്ല എന്ന് പറഞ്ഞ് ഒരു സത്യവാങ്മൂലം തയ്യാറാക്കി ഹൈക്കോടതി കൊടുത്താൽ പ്രശ്നം തീരില്ലേ? ഇപ്പോഴും അനുകൂല സാഹചര്യം ഉണ്ടല്ലോ. കാരണം ഈ ഫറൂഖ് കോളേജിന്റെ അധികൃതർ അവരുടെ വക്കീൽ അവിടെ ചെന്ന് പറഞ്ഞത് ഇത് വഖഫ് ഭൂമി അല്ല, വഖഫ് ഭൂമി അല്ല. അങ്ങനെ പറയുന്ന കാര്യത്തിൽ ഇനി സർക്കാരിനോട് ഇടപെട്ടൊരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അല്ല, കൺഫ്യൂഷൻ അല്ല, കൃത്യമായ ധാരണ സർക്കാരിനുണ്ട്. ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയില്ല. പ്രശ്നം പരിഹരിച്ചു. അത് മുനമ്പത്തുകാർ മാത്രമല്ലേ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ. സർക്കാരിന് കൃത്യമായ താല്പര്യമുണ്ട് ഈ പ്രോപ്പർട്ടി വഖഫിൻ്റെയാണ്, വഖഫിന് കൊടുക്കണം, മുനമ്പം ഭൂമി വഖഫിന് കൊടുക്കണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. കാരണം ഇത് P. ജയരാജൻ കേരളം ഇസ്ലാം എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്, മുനമ്പം ഉൾപ്പെടെയുള്ള കേരളത്തിലെ വഖഫ് ഭൂമി സംരക്ഷിക്കാൻ CPM എടുത്ത നടപടികളെക്കുറിച്ച് 10 പേജ് എഴുതിയിരിക്കുന്നത്. പാലോളി മുഹമ്മദ് കുട്ടി വഖഫ് ബോർഡിൻ്റെ ചെയർമാനും മന്ത്രിയുമായതിനു ശേഷമാണ് ഈ പ്രശ്നം ഇത്ര രൂക്ഷമായത്. CPM ആണ് കേരളത്തിലെ കണ്ണായ ഭൂമിയൊക്കെ എടുത്ത് വഖഫിന് കൊടുക്കാൻ കേരളത്തിൽ നടപടിയെടുത്ത്. ഡൽഹിയിൽ ആൾ ഇന്ത്യ തലത്തിൽ കോൺഗ്രസ് ആണെങ്കിൽ അവരുടെ പണി കേരളത്തിൽ ചെയ്തത് CPM ആണ്. കോൺഗ്രസിന്റെ B ടീമായിട്ട് കേരളത്തിൽ CPM പ്രവർത്തിച്ചു. കാരണം CPM-ന് വോട്ട് വേണം. ഇപ്പോഴും എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയോട് ചോദിക്കാനുള്ളത്? അങ്ങയുടെ കീഴിൽ അങ്ങയുടെ കീഴിലുള്ളൊരു വകുപ്പാണ് വഖഫ് വകുപ്പ്. അതിനൊരു മന്ത്രിയുണ്ട് അബ്ദുറഹ്മാൻ പറയുന്നത് ഇപ്പോഴും വഖഫ് ഭൂമിയാണെന്നാണ്. ലീഗ് പറയുന്നതും വഖഫ് ഭൂമിയാണെന്നാണ്. വഖഫ് ഭൂമി അല്ലെന്ന് ലീഗ് പറഞ്ഞിട്ടില്ല, ഒഴിപ്പിക്കില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഭൂമി വഖഫിൻ്റെ അല്ലെന്ന് ലീഗിൻ്റെ വഖഫ് ബോർഡിലുള്ള പ്രതിനിധികൾ, CPM-ൻ്റെ പ്രതിനിധികൾ ഇവരെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് എന്തുകൊണ്ട് ഈ പ്രശ്നം ശാശ്വതമായി ദേശാഭിമാനി പറഞ്ഞ പോലെ പരിഹരിക്കാനാണെങ്കിൽ ഒരു സത്യവാങ്മൂലം തയ്യാറാക്കി ഹൈക്കോടതി കൊടുത്താൽ പോരെ? അതിൻ്റെ നിയമസാധുതയൊക്കെ പിന്നെ തർക്കം വരും. എന്നാൽ എന്തിനാണ് അതിന് തയ്യാറാവാതെ ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞ് ഇനി അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കും മുനമ്പംകാർക്ക് വേണ്ടി കമ്മീഷൻ? ഏതായാലും പ്രഹസനമാണ്. കമ്മീഷൻ്റെ അധ്യക്ഷനായി കമ്മീഷനായി വരാൻ പോകുന്ന ആളും ചുമതല ഏറ്റെടുക്കും മുമ്പ്, ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു രേഖകൾ പരിശോധിച്ച് നിയമാനുസൃതമായി എങ്ങനെ ഒഴിപ്പിക്കാം എന്ന് പരിശോധിക്കലാണ് കമ്മീഷൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന് നിയമം അറിയാം, വഖഫ് നിയമപ്രകാരം ഒഴിപ്പിച്ചേ പറ്റൂ എന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞു. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്തിനു വേണം? അല്ലേ? കമ്മീഷനാകാൻ പോകുന്ന ആൾ ചുമതല അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. അതിനപ്പുറത്ത് എന്ത് നടപടിയാണ്, എന്ത് റിപ്പോർട്ടാണ്, എന്ത് ശുപാർശയാണ് കമ്മീഷൻ തരാൻ പോകുന്നത്? അപ്പോൾ ഇനി കമ്മീഷൻ വേണ്ട. അദ്ദേഹത്തിൻ്റെ ഈ ഒറ്റ വീഡിയോ മതി കമ്മീഷൻ എന്താണെന്നും കമ്മീഷൻ എത്രമാത്രം പ്രഹസനമാണെന്നും സർക്കാർ ആർക്ക് വേണ്ടിയാണെന്നും നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കുക. ഏതായാലും മുനമ്പംകാരെ പറ്റിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.